ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷ ഹരിദാസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം കണ്ണനുമായിട്ട് ഞാൻ ഒന്ന് കഫേയിലേക്ക് പോയതാട്ടോ. അപ്പോൾ രണ്ടാളും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് സൺഡേ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ക്ലാസ്സിനൊക്കെ എപ്പോഴും പോയിട്ട് വരും. ഒട്ടുമിക്ക സൺഡേകളിലും കണ്ണൻ എൻ്റെ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എഴുത്തിനൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ എഴുത്തിന് ഇരുത്തിയത്. അപ്പോൾ കാസർഗോഡ് തന്നെയുള്ള മല്ലം എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ എഴുത്തിന് കൊണ്ടുപോയത്. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതിൻ്റെ പേരിലാണ് കേട്ടോ. വീണ്ടും നോക്കുമ്പോഴേക്കും ചെറിയൊരു ഭാഗം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഇട്ടതാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ഡ്രസ്സിങ്ങിനെ പറ്റിയൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ധാവണി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വേറെ എന്തെങ്കിലും ഒരു ചുരിദാറൊക്കെ ഇട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ബ്ലൗസും സാരി കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഒരു സെറ്റ് മുണ്ടാണെന്നാണ്. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴേക്കും അത് സാരി ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു തിന്നായിട്ടുള്ളൊരു സാരി ആയിരുന്നു. ബ്ലൗസ് ആണെങ്കിൽ നമ്മുടെ ഒരു തടി വെച്ചിട്ട് എനിക്കത് ഭയങ്കര ലൂസായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും എടുത്തു കഴിഞ്ഞപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഞാനതെന്തായാലും ഇടും തന്നെ ആയി. അങ്ങനെ ഞാൻ ആ ബ്ലൗസ് എടുത്തിട്ട് എനിക്ക് ആ സാരിയുടെ ആ ഒരു ബോർഡറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാരി ആയിരുന്നു. അങ്ങനെ ഞാൻ അതന്നെ എൻ്റെ വാശിയിൽ എടുത്ത് ഇടുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ഞാനിങ്ങനെ വലിയ ബ്ലൗസിന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. സെറ്റ് സാരി എടുത്തപ്പോൾ ആകെ കുളമായി കേട്ടോ. നബുവാണെങ്കിൽ വണ്ടിയുടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, ഇളയം ഉണ്ടായിരുന്നു, അതുപോലെ കണ്ണനും ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ജഗദീശേട്ടനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെ നേരത്തെ ആയി. അപ്പോൾ ഒരുപാട് നേരെ നമ്മൾ ചെന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളുടെ എഴുതിക്കണ ഒരു ചടങ്ങ്. അപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഉള്ളൊരിതാണ്. അപ്പോൾ കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിപ്പിക്കണത്. ആദ്യം എഴുതിപ്പിക്കാൻ കൊണ്ടുപോയത് ഞാനല്ല കേട്ടോ. അപ്പം അമ്മയാണ് ആദ്യം കർണാടകയിലാണ് കേട്ടോ എഴുതിപ്പിച്ചത്. പലയിടത്തും ഇങ്ങനെ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് എഴുതിപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ താഴെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് അടുത്ത അമ്മ ഇരിക്കണം. അപ്പോൾ കണ്ണന് ഞാനൊരു കുഞ്ഞു മുണ്ട് മേടിച്ച് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അത് ഉടുത്ത് നടക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത്തിരി ചെറുതായി പോയെന്നേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല നടക്കുമ്പോഴേക്കും അത് ലൂസായിട്ട് അഴിഞ്ഞ് 2-3 പ്രാവശ്യം എൻ്റെ ഒന്ന് അഴിഞ്ഞ് താഴെ വീണു കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് എഴുത്തിനിരുത്തണത്. ആക്ച്വലി കണ്ണനെ എഴുത്തിനിരുത്താനായിട്ട് ഒരുപാട് വൈകിപ്പോയേട്ടാ. കാരണം നേരത്തെ ഇരുത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓരോ തിരക്കുകൾ കാരണം എഴുത്തിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എഴുത്തിനിരുത്തണമെന്ന് വിചാരിച്ച ആ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ അമ്മ മരിച്ചത്. അങ്ങനെ എല്ലാം കൂടി കുറേ ഡിലേ ആയിട്ടാണ് ഇത്രയും വൈകിപ്പോയത്. നല്ല തിരക്കുള്ളൊരു അമ്പലം കേട്ടോ ഇത്. എഴുതിപ്പിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പൂജകളും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലോണം തിരക്കാം. ഞങ്ങൾ നല്ല രാവിലെ പോയിട്ട് തന്നെ ഒരുപാട് വൈകിട്ടാണ് എത്തിയത് കേട്ടോ. അപ്പോൾ സ്കൂളിൽ എന്തായാലും അവൻ എഴുത്ത് തുടങ്ങണേ മുമ്പ് തന്നെ അമ്പലത്തിൽ കൊണ്ട് എഴുതിപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. അപ്പോൾ എൻ്റെ ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് പോണത്. ഡെയിലി സ്കൂളിൽ പോകും വരും. അതിനിടയിൽ കണ്ണൻ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കണ്ണൻ എൻ്റെ കൂടെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അവന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നെയിം സ്റ്റിക്കറാണ്. ആദ്യത്തെ പേരിൽ നെയിം സ്റ്റിക്കർ ചെയ്യിപ്പിച്ചതാണ്. അതുപോലെ കണ്ണൻ്റെ പേരിലും ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു കുട്ടിയുണ്ട്, ഇമ്മി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു പെണ്ണാണ്. അപ്പോൾ അവൾ നമുക്ക് നല്ല നെയിം സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കണ്ണനെയും കൊണ്ട് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ആക്ച്വലി കണ്ണൻ വേണമെന്ന് ഇപ്പോൾ ഫലൂദ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫലൂദ കഴിക്കാൻ പോയപ്പോൾ ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ മേടിച്ചത്. പക്ഷേ കണ്ണനും ചിക്കനോട് വലിയ താല്പര്യമാണെങ്കിലും പക്ഷേ ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഫലൂദ വന്നിട്ടുണ്ടായിരുന്നു. ഫലൂദയെങ്കിലും കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ അതും കഴിച്ചില്ല കേട്ടോ. അവസാനം ഫ്രൈഡ് ചിക്കനും ഫലൂദയും ഞാൻ തന്നെയാണ് കഴിച്ചത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്കിതുപോലുള്ള ഫലൂദല്ല വേണ്ടത്, വേറെ ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ എനിക്ക് അത്രയും പോലും ഫലൂദിനെ പറ്റി യാതൊരുവിധ വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് വേറെ ഫലൂദ ഉണ്ട്, അത് വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും നെക്സ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെയർ വാഷും ഹെയറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ബ്യൂട്ടി പാർലർ. അങ്ങനെ പോയിട്ട് അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നിട്ട് ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹെയറിനെ പറ്റിയാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട്.
എത്ര സെയിൽ ചെയ്താലും ഞാൻ എത്ര നല്ല ഹെയർ ഓയിൽ ഉണ്ടാക്കിയാൽ പോലും ഞാൻ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഭയങ്കര ബാക്കിലാണ് കേട്ടോ. കാരണം ഞാനതൊന്നും യൂസ് ചെയ്താൽ പോലും ഞാൻ അധികം ഹെയർ ഒന്നും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. പലരും പറയണം എൻ്റെ മുടി നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല നീറ്റമാണ്, നല്ല തിക്നെസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിമിഷത്തേക്ക് മാത്രം ആണോ അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിനൊന്നും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പോകാറില്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ഞാൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ എത്ര നല്ല പോലെ ഉണ്ടാവും. ഇവൻ എൻ്റെ ഹെൽത്ത് ആണെങ്കിലും എനിക്ക് നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളായത് കൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണല്ലേ. ചില സമയത്ത് നമ്മൾ പോലും തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന ഓരോ നിമിഷങ്ങളാണ്, പാഴാക്കി കളയുന്ന ഓരോ നിമിഷങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുക. അപ്പോൾ ഓരോ നിമിഷവും നമ്മളുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ കിട്ടുന്നൊരു ഭാഗ്യം എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ്. നമ്മളെ സ്നേഹിക്കാൻ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഫാമിലി, നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ ഏതൊരു കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അത്ര ഒരു സന്തോഷം വേറെ എന്താ ഉള്ളത്. എൻ്റെ ലൈഫിലുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പല ദുഃഖങ്ങളും നേരിടേണ്ടി വരുമ്പോഴും പലരെ മാറ്റി നിർത്തിയാൽ ശരിയാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അവരാരും വേണ്ട, അവരെന്നെ സങ്കടപ്പെടുത്തിയ ആൾക്കാരെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ആരെയും മാറ്റി നിർത്താൻ തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ആൾക്കാരെയും നമ്മളൊന്ന് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണമെന്നാണ് ഏറ്റവും നല്ലത്. ജീവിതത്തിലുണ്ടായ ഒരു കുഞ്ഞനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങളും പലരുടെ ഇഷ്ടം പലതരത്തിലല്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല പലരും ചിന്തിക്കുക. ഓക്കെ, അപ്പം ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ സന്തോഷത്തോടെ ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടി എന്തിനേയും ഫേസ് ചെയ്യാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടി. ഏതൊരു കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നേരിടാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഏതൊരു കാര്യം വന്നാലും വളരെ കാമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഫേസ് ചെയ്തത്. ഇതുവരെയുള്ള ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ വലിയൊരു സംഭവമൊന്നും ആയിട്ടില്ലെങ്കിലും ചെറിയൊരു രീതിയിൽ ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഫാമിലിയോട് കൂടിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ കണ്ണിന് ഞാനും സ്കൂളിൽ പോണതാണ് കേട്ടോ. സ്കൂൾ വാനിലാണ് പോണത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ വാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ണനും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണന് ചില സമയത്ത് റെഡിയാക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ചില സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോയി സ്റ്റാഫ് റൂമിലിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കുറേ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നിച്ചാക്കിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.